ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ഒരവസരം കൂടെ കർത്താവ് തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മളെ കേൾക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒക്കെ നമ്മളെ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയും നമ്മൾ അതേ കാര്യം തന്നെ കേൾക്കുകയുണ്ടായി. ഇന്നും അതേ കാര്യം തന്നെയാണ് കർത്താവ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തന്നത്. ഞാൻ നേരെ ഓർത്തു, കർത്താവെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വാക്യം തന്നെ, ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയാനായിട്ട് പറയുന്നത്. ദറ്റ് മീൻസ് ഓൺലി വൺ തിങ്, ദാറ്റ് വി നീഡ് ദാറ്റ് വേഴ്സ് ഫോർ അവർ പേഴ്സണൽ ലൈഫ്. നമുക്ക് മാനസാന്തരപ്പെടാനുണ്ട്, നമുക്ക് വ്യത്യാസപ്പെടാനുണ്ട് എന്ന് കർത്താവ് പിന്നെയും നമ്മളെ ഓർപ്പിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കാനായിട്ടൊക്കെ നമുക്ക് ആ മനസ്സ് വെക്കാം. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അളി ചെയ്യുവാനിരുന്നത് സാക്ഷ്യം പറയുന്ന വൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. ഈ രണ്ട് തരത്തിലുള്ള വിശ്വസ്തത, ദൈവസന്നിധിയിലെ വിശ്വസ്തത, രണ്ട് തരത്തിലുള്ള വിശ്വസ്തത നമ്മൾ ഈ ഭാഗത്ത് കാണുന്നു. രണ്ട് വ്യക്തികളെ അവിടെ കാണിക്കുന്നു. ഒന്ന് മോശ, മറ്റേത് ക്രിസ്തു. രണ്ട് വ്യക്തികളാണ്, രണ്ട് തരത്തിലുള്ള വിശ്വസ്തതയാണ്. അപ്പം കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വാട്ട് സോർട്ട് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് യു ഹാവ്. നമ്മളെല്ലാവരും വിശ്വസ്തരാകാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കുവാൻ താല്പര്യത്തോടു കൂടിയാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് മധ്യാഹ്നത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ താല്പര്യത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസാണ്. ഒന്ന് മോശ, മറ്റേത് ക്രിസ്തു. അപ്പോൾ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വേഴ്സ് 5-ാമത്തെ വാക്യത്തിൽ, ആൻഡ് മോസസ് ഇൻഡീഡ് വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് ഹൗസ് ആസ് എ സെർവൻറ്റ്. എങ്ങനെ ഒരു ഭൃത്യൻ ഒരു യജമാനനെ സേവിക്കുമോ അതുപോലെ എല്ലാ കാര്യത്തിലും മോശ വിശ്വസ്തനായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എല്ലാം കാണിച്ചു കൊടുത്ത മാതൃകയ്ക്ക് ഒത്തവണ്ണമാണ് മോശ കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ നിങ്ങൾ യെരൂശലേം ദേവാലയം പണിയാനായിട്ട് ശലോമോന് പണിയാനായിട്ട് അവസരം കിട്ടി. അതിൻ്റെ പ്ലാൻ കൊടുത്തത് ദാവീദിനായിരുന്നു. പക്ഷേ ശലോമോൻ പണിത് എക്സാക്ട് ആസ് പെർ ദ സ്പെക്ക് ആയിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പക്ഷേ മോശ എന്ന് പറയുന്നത് ആസ് പെർ ദ സ്പെക്ക്, എന്താണ് കർത്താവ് പറഞ്ഞത് അതേപോലെ കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം അത്രമാത്രം ആക്യുറേറ്റ് ആയിരുന്നു മോശയുടെ വിശ്വസ്തത എന്ന് പറയുന്നത്. ആ വിശ്വസ്തതയാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. എന്നാൽ മറ്റൊരു സൈഡിൽ എബ്രായലേഖനം കാണിക്കുന്നൊരു ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തത എന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഹി സേസ്, ബട്ട് ക്രൈസ്റ്റ് ആസ് എ സൺ, ഒരു മകൻ എന്നോണം ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട്. So the difference is, one side you have a servant, the other side you have a son. അപ്പോൾ രണ്ട് രീതിയിലും വിശ്വസ്തരാകാനായിട്ട് കഴിയും. എന്താണ് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള അനുസരണത്തിൻ്റെയും അല്ലെങ്കിൽ വിശ്വസ്തതയുടെയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ജോലിക്കായിട്ട് പലരെയും ഒരുപക്ഷെങ്കിൽ നമ്മൾ വിളിച്ചെന്നിരിക്കും. അവർ വന്ന് ജോലി ചെയ്യും അല്ലേ. ആ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഒറ്റൊരു മനസ്സിലുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ എന്താണ്, ഈ മാസത്തിൻ്റെ ഒടുവിൽ നമുക്ക് ശമ്പളം കിട്ടും. അതാണ് നമ്മുടെ മനസ്സിലുള്ള താല്പര്യം. ഓക്കെ, നമ്മുടെ കമ്പനി നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, ഓക്കെ ഇനി ഈ മാസം തൊട്ട് ശമ്പളം ഇല്ല. ഒരു മാസമൊക്കെ കമ്പനിയോടുള്ള ലോയൽറ്റിയിൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ വർക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ 2 മാസം വർക്ക് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തോ പറയും, എനിക്ക് എൻ്റെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞ് പോകും അല്ലേ. അപ്പം ഒരു വേലക്കാരൻ എന്നുള്ള നിലയിൽ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? ഒന്നുകിൽ ശമ്പളത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റിവാർഡിന് വേണ്ടി ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്. എന്നാൽ പുത്രൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. പുത്രൻ വർക്ക് ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയല്ല.
പുത്രൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. ശമ്പളം നോക്കിയാണോ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഓക്കെ, ഈ മാസത്തിൻ്റെ ഒടുവിൽ എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും, അതുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, നമ്മൾ പുത്രനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ അവകാശിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വീട്ടിലെ ആളായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ഒബീഡിയൻസ് ആണ് നമ്മളുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഭൃത്യൻ എന്നോണം നമ്മൾ ചെയ്യുന്ന ആ ഒരു അനുസരണത്തിന് മുമ്പിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു രീതിയുള്ള ഒരു സംസാരമുണ്ട്. ഒരു പക്ഷേ നമ്മൾ പുറത്താരോടും പറയത്തില്ലായിരിക്കും, ഞാൻ കർത്താവിനെ ഇത്രത്തോളമൊക്കെ സേവിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം തന്നില്ല. ഞാൻ കർത്താവിന് ഇത്രത്തോളമൊക്കെ കൊടുത്തിട്ടും കർത്താവ് എനിക്കൊന്നും തന്നില്ല. ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടും ദൈവം എന്നെ ഉയർത്തിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഈ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇത്രത്തോളമൊക്കെ ടൈത്തൊക്കെ കർത്താവ് കൊടുത്തിട്ടും എൻ്റെ ശമ്പളത്തിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇതേ ഒരു ടോണിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 29 വായിച്ചാട്ട്. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 29 വായിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഈ വ്യക്തിയെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലേ? ഈ വ്യക്തി ആരാണ്? നമുക്കറിയാം, മുടിയൻ അല്ലെങ്കിൽ ധൂർത്തുപുത്രൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അല്ലേ? അദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗം. നമുക്ക് ഈ വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ വ്യക്തിയുടെ വളരെ ദേഷ്യപ്പെട്ട് വീടിനകത്തോട്ട് കയറാൻ, പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ തന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ എത്ര കാലമായി ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഒരാഴ്ച പോലും ഞാൻ മീറ്റിംഗ് മുടക്കിയിട്ട് എല്ലാ മീറ്റിങ്ങിനും ഞാൻ പോകുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവായിട്ട്, എന്നിട്ടും ദൈവം എന്നെ ഇങ്ങനെ ചെയ്തേ? ദൈവം എന്തോ ഞാൻ എത്ര ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്കൊന്നും മറുപടി തന്നില്ല, എന്ത് ചെയ്യുന്നു? അങ്ങനെ അനേക കംപ്ലൈൻറ്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഓർത്തോണം, നമ്മളൊരു പുത്രൻ്റെ ആത്മാവിലല്ല, നമ്മൾ ആരുടെ ആത്മാവിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഒരു ഭൃത്യൻ എന്നുള്ള നിലയിലാണ്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യണം. ഇപ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിച്ച ഈ വാക്യത്തിലും അദ്ദേഹവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സോ ഹി ആൻസർഡ് ആൻഡ് സെഡ് ടു ഹിസ് ഫാദർ ലോ ദീസ് മെനി ഇയേഴ്സ്, ഡേയ്സ് അല്ല, these many years I have been serving you, I have never transgressed your commandment. അത്രയ്ക്കും തറപ്പിച്ച് അപ്പൻ്റെ അടുക്ക പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് അല്ലേ? ഞാൻ ഒരിക്കൽ പോലും ലംഘിച്ചിട്ടില്ല, കൽപ്പനകൾ ലംഘിച്ചിട്ടില്ല. I have never transgressed any commandment at any time, yet you never gave me young goat that I might make merry with my friends. സോ അവൻ്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടി വേറെ ഇല്ല. കാരണം മീറ്റിങ്ങിന് പോകണമല്ലോ, വരണമല്ലോ, വെള്ളിയാഴ്ച അയ്യോ വെള്ളിയാഴ്ച വേറെങ്ങും പാനക്കത്തില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ ജോലി തെറിപ്പിക്കും, എൻ്റെ കൊച്ചിന് അസുഖം വരുത്തും, അതുകൊണ്ട് ഞാൻ പോകണം, അല്ലെ കർത്താവിനുള്ളതൊക്കെ കർത്താവിന് കൊടുക്കണം, അല്ലെങ്കിൽ കർത്താവ് എന്നെ ഒന്ന് തട്ടിപ്പറിക്കും എന്നുള്ള രീതിയിലാണ് പല രീതിയിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ജോയ് ഇൻ സെർവിങ് ദാറ്റ്. ഇന്ന് മധ്യാഹ്നം ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആർ വി സെർവിങ് ദ ലോർഡ് ലൈക്ക് ദാറ്റ്? ആർ വി ഫോളോയിങ് ദ ലോർഡ് ലൈക്ക് ദാറ്റ്? അങ്ങനെയാണോ നമ്മൾ കർത്താവിനെ ഒരു ഭൃത്യൻ എന്നോണം എന്തൊക്കെയോ തരും, എന്തൊക്കെയോ ലഭിക്കും, എന്തൊക്കെയോ തരണം, എന്തൊക്കെയോ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് എനിക്ക് എന്തൊക്കെയോ കിട്ടും. പക്ഷേ അത് കിട്ടാത്തപ്പോൾ ഒന്നും പറഞ്ഞില്ല, അത്രയും ദിവസം ഒന്നും പറഞ്ഞില്ല, പക്ഷേ സാഹചര്യം വന്നപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ ഇത്രത്തോളം ഞാൻ നിൻ്റെ പുറകെ നടന്നിട്ടും ദൈവം എനിക്കൊന്നും തന്നില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ കർത്താവ് ആർക്കും കടക്കാരനല്ല.
അല്ലേ? കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ വിശ്വസ്തനാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ? കർത്താവ് ആർക്കും കടക്കാരനല്ല, കർത്താവ് വിശ്വസ്തനാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാൻ അങ്ങനെയല്ല അനുസരിക്കേണ്ടത്. പക്ഷേ മോശയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരു ദാസ്യത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. സോ നമുക്ക് എബ്രായലേഖനം 3-ാം അധ്യായത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, വേഴ്സ് 2. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. Who was faithful to him who appointed him. വായിച്ചാട്ടെ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനും വിശ്വസ്തനാകുന്നു. എല്ലാത്തിലും വിശ്വസ്തനായിരുന്നു, എല്ലാത്തിലും വിശ്വസ്തനായിരുന്നു മോശ. ദൈവഭവനത്തിൽ മോസസ് ഓൾസോ വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് ഹൗസ്. ദൈവം ഏൽപ്പിച്ച എല്ലാ കാര്യത്തിലും മോശ വിശ്വസ്തനായിരുന്നു എന്ന് പറയുമ്പോൾ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, മോശയ്ക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് ഹോൾസം ആയിട്ട് നോക്കുമ്പം മോസസ് വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ഹിസ് ഹൗസ്. എന്നാൽ കർത്താവിനെ കുറിച്ചും പറയുന്ന അതേപോലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഹു വാസ് ഓൾസോ ഫെയ്ത്ത്ഫുൾ ടു ഹിം who was appointed him. രണ്ടുപേരെയും അങ്ങനെയാണ് പറയുന്നത്, രണ്ടുപേരും ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. പക്ഷെങ്കിൽ അടുത്ത വാക്യത്തിൽ ബട്ട് ദിസ് വൺ ഹാസ് ബീൻ കൗണ്ടഡ് വർത്തി ഓഫ് മോർ ഗ്ലോറി ദാൻ മോസസ്. മോശയെക്കാട്ടിൽ ശ്രേഷ്ഠമായ രീതിയിലാണ് ക്രിസ്തു ആയിരിക്കുന്നത്. ആ ശ്രേഷ്ഠമായത് എന്താണ്? എന്തുകൊണ്ടാണ് മോശയെക്കാട്ട്? രണ്ടുപേരും വിശ്വസ്തരായിരുന്നു, രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്തു, പറഞ്ഞതൊക്കെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ശ്രേഷ്ഠമായിട്ട് എണ്ണുവാനായിട്ടുള്ള കാര്യം? ബിക്കോസ് ഇത് ക്രിസ്തു വിശ്വസ്തനായിരുന്നത് എങ്ങനെയായിരുന്നു? മകനെന്നോണം, അപ്പൻ്റെ ഭവനത്തിലെ മകനെന്നോണമാണ്. ഇറ്റ് വാസ് വില്ലിംഗ്ലി കമ്മിങ് ഫ്രം ഹിസ് ഹാർട്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിശ്വസ്തനായിരുന്നു എന്നുള്ളൊരു കാര്യം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്യം വായിക്കാം. നമുക്ക് നമ്പേഴ്സ് 11:12. നമ്പേഴ്സ് 11:12. സംഖ്യാപുസ്തകം 11:12. മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെ ഒക്കെയും ഞാൻ ഗർഭം ധരിച്ചു പോവും, ഞാൻ അവരെ പ്രസവിച്ചു പോവും. ഇതൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ, ഇതൊരു കംപ്ലൈൻ്റ് ആണ്. ആരോടാ ചെന്ന് പറയുന്നത്? മോശമാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും വൺ ഗുഡ് തിങ് അബൌട്ട് us, യു ക്യാൻ ഗോ ടു ദ ലോർഡ് ആൻഡ് ഓപ്പൺ യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം ദൈവത്തോട് ചെന്ന് പകരാം എന്നുള്ള വലിയ സ്വാതന്ത്ര്യം ഉണ്ട്. മോശ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ജനം വല്ലാതെ മോശ ബുദ്ധിമുട്ടിച്ചപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് മോശ ദൈവസന്നിധി ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഡിഡ് ഐ കൺസീവ് ഓൾ ദീസ് പീപ്പിൾ? ഞാൻ ഇവരെയൊക്കെ ഗർഭം ധരിച്ചോ? ഡിഡ് ഐ ബിഗെറ്റ് ദം that you should say to me, carry them in your bosom as a guardian carries a nursing child to the land which you sow to your fathers? നീ കൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഈ ജനത്തെയെല്ലാം ഞാൻ മാറിലെടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഞാൻ എന്താ ഇവരുടെ അമ്മയോ? ആ ഒരു രീതിയിലാണ് മോശ ദൈവസന്നിധി ചെന്ന് ചോദിക്കുന്നത്. ജനം മുഷിക്കുന്ന സാഹചര്യത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. പ്രൈസ് ഗോഡ്. At the end of the day, in his heart, he was serving the God also. അദ്ദേഹവും ദൈവത്തെ സേവിക്കുമായിരുന്നു. എന്നാൽ that is Moses. Now you look at Jesus. Let's read this verse in New Testament. നമുക്ക് വായിക്കാം. മത്തായി 27-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. Matthew chapter 27 verse 14. അവൻ ഒരു വാക്കിന് ഉത്തരം പറയായാൽ നാട് വഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. He answered him not one word, so that the governor marveled greatly. യേശു ഒരു വാക്ക് പോലും പറഞ്ഞില്ല. വ്യത്യാസം മനസ്സിലായോ? ഇത് രണ്ടിൻ്റെയും കൂടെ വ്യത്യാസം മനസ്സിലായോ? ഒരു സൈഡിൽ മോശയുടെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ പറഞ്ഞു, കർത്താവ് ഇത് എന്തോ ഇടപാടാ, ഇതെല്ലാം ഈ കൊച്ചുങ്ങളെല്ലാം കൂടെ ഞാൻ എന്തെടുക്കാനാണ്, ഇതെല്ലാം കൂടെ എൻ്റെ തലയിലിട്ട ഞാനെങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് ദൈവസന്നിധി ചെന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതേ സൈഡിൽ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, വൈ ഈസ് ഹി ഗ്രേറ്റർ, വൈ ഈസ് ഹി ഗ്ലോറിയസ്? ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഈവൻ ഓപ്പൺ വൺ വേർഡ്. വൈ? ബിക്കോസ് ഹി ഈസ് ഗോഡ് ഹിംസെൽഫ്. ദാറ്റ്സ് വൺ പാർട്ട്. ദി അതർ തിങ് ഈസ് ദാറ്റ് പുത്രൻ എന്നോണം
പുത്രൻ എന്നോണം. കാരണം തൻ്റേതാണ്, തൻ്റെ എൻ്റെ രണ്ടാം അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു തൻ്റെ സഹോദരന്മാരെ രക്ഷിക്കേണ്ടതിന്, മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് താൻ അങ്ങനെ നിന്ന് കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു. ഞാൻ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളുകൾ പറയുമ്പോഴും ചില വ്യക്തികൾ എന്നോട് പറയാൻ ഇതേ രീതിയിൽ തന്നെ ഞാൻ കേൾക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത് കേട്ടുണ്ട്. ഐ ഹാവ് ഡൺ ദിസ് ഫോർ ദ ലോഡ് ബട്ട് ഗോഡ് ഡിഡ് നോട്ട് ഡു ദിസ് ഫോർ മീ. ഞാനിത് കർത്താവിന് വേണ്ടി ചെയ്തു, പക്ഷെ ദൈവം എനിക്കിത് ചെയ്തില്ല. എന്നാൽ അതൊരു ഭൃത്യനെന്നോണം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതും ഫെയ്ത്ത്ഫുൾനെസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് വി ക്യാൻ സേ ബൈ ഹോൾ സംസ് എന്നൊക്കെ പറയാമായിരിക്കാം. പക്ഷേ ദാറ്റ് ഈസ് മോസസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. എന്നാൽ ക്രിസ്തുവോ ഒരു വാക്കുപോലും പറയാതെ ദൈവസന്നിധിയിൽ എബ്രായ ലേഖനത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ക്രൂശിന് പോയെന്ന് പറയുന്നത് അല്ലേ. ലെറ്റ്സ് സീ ദാറ്റ് വേഴ്സ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ഹീബ്രൂസ് ചാപ്റ്റർ 12. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കാതെ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ അപമാനം അലക്ഷ്യമാക്കി ഫോർ ദ ജോയ് ഹു വാസ് സെറ്റ് ബിഫോർ ഹിം. അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. വാട്ട് വാസ് ഹിസ് ജോയ്? എന്തായിരുന്നു അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഈ ക്രൂശ് സഹിക്കാനുണ്ടായിരുന്ന സന്തോഷം? എന്നെ വീണ്ടെടുക്കുക എന്നുള്ള കാര്യം, എന്നെ വീണ്ടെടുക്കുക എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ദ സെക്കൻഡ് തിങ്, ഇഫ് യു റീഡ് ജോൺ ചാപ്റ്റർ 19, യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, Lord says one thing. John chapter 19 verse 25 onwards, 25-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, 28-ാമത്തെ വാക്യം തൊട്ട് 28. അതിന്റെ ശേഷവും സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പൂൺ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്നു പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. Verse 30 പറഞ്ഞിരിക്കുന്നത്, and when Jesus had received the sour wine and he said, it is finished. So that means the task which was given to the Lord, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന ടാസ്ക് ഇതായിരുന്നു. നമ്മളെ വീണ്ടുകൊള്ളണം, നമുക്കൊരു മാതൃകയായിരിക്കണം, നമ്മളെ മരണത്തിൽ നിന്ന് വീണ്ടുകൊള്ളണം എന്നുള്ളൊരു കാര്യം. അപ്പം ഇവിടെ വന്ന് നമ്മളെ ഒരു കർത്താവിൻ്റെ പിതാവ് നമുക്ക് കാണിച്ചു തരാനായിട്ടൊരു മാതൃകയായിട്ട്. See, one thing is becoming a sacrifice. The another thing is being an example to us. അവൻ നമുക്ക് വേണ്ടി ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ പോവുക. As an example to the brothers. Yes, this is how you must serve the Father. ഇങ്ങനെയാണ് മോശ സെർവ് ചെയ്തത്. വളരെ മനോഹരമായ കാര്യമാണ്. മോശയുടെ ആ ഒരു അനുസരണവും നമുക്ക് സാധാരണഗതിയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ കർത്താവിനെ സേവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് he was faithful in all his household. പക്ഷേ അതിനെപ്പോലൊരു വിളിയെക്കുറിച്ചല്ല നമ്മളോട് പുതിയ നിയമത്തിലേക്ക് പറയുന്നത് മകൻ എന്നോണം സന്തോഷത്തോടെ പിതാവിനെ അനുസരിക്കണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയായിരിക്കണം? അവിടെ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുവോ തന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകുന്നു. അപ്പോൾ ഈ പ്രത്യാശയുടെ, അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മളെങ്ങനെയായിരിക്കണമെന്ന് എബ്രായ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ ധൈര്യവും പ്രത്യാശയും മുറുകെ പിടിച്ചുകൊള്ളണം. എവിടെ വരെ? ടു ദ എൻഡ്, അന്ത്യം വരെയും പിടിച്ചുകൊള്ളണമെന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുക. അപ്പം നമ്മളൊക്കെ പറയും, അതെ തീർച്ചയായിട്ടും, പിന്നെ നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് ധൈര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ
ക്രിസ്തു എങ്ങനെയാണോ അതുപോലെ യു വിൽ ഓൾസോ ബി കൗണ്ടഡ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഇസ് ഗാൻ. അപ്പം നമ്മൾ പറയും യെസ് ഐ എം ഓൾസോ ലൈക്ക് ദാറ്റ്, ഞാനും അങ്ങനെ തന്നെ ആണ് എന്ന് പറയും. സി ദാറ്റ് ഇസ് വാട്ട് യു ടു അണ്ടർസ്റ്റാൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു വാട്സപ്പിൽ ഒരാൾ സ്റ്റേറ്റസ് ഇടുന്ന കണ്ടു, ഹോളിനെസ് ഈസ് സംതിങ് ഈസ് ജസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ വേർഡ്സ് ബട്ട് ഓൾസോ ഇൻ ദി ആക്ഷൻസ്. നമ്മൾ ജസ്റ്റ് പുറത്ത് നമ്മൾ പറയുന്നു, എല്ലാ കാര്യങ്ങളും പറയുന്നത് മാത്രമല്ല, പ്രവൃത്തിയിൽ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ പ്രത്യാശ പിടിച്ചിട്ടുണ്ടോ ഇല്ല കാര്യങ്ങളെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ഇറ്റ് ഇസ് സീ. അപ്പം നമ്മൾ പ്രവൃത്തിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക്. അപ്പം 1 യോഹന്നാനിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 ടെസ്റ്റുകളാണ് നമ്മുടെ മുമ്പിൽ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. 2 ടെസ്റ്റുകളാണ്. നമ്മൾ ഈ പ്രത്യാശ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന 2 ടെസ്റ്റുകളുണ്ട് നമ്മുടെ മുമ്പിൽ. എന്താണ് നമ്മളുടെ ഒരു ടെസ്റ്റുകൾ നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നത് ചാപ്റ്റർ 2 2-ാം അധ്യായം വേഴ്സ് 4 4-ാമത്തെ വാക്യം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പം നമ്മളെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ദേഷ്യമുള്ള വേറൊന്നും കാണത്തില്ല. കള്ളനാണെങ്കിൽ പിന്നെ പോട്ടെ. പക്ഷെ കള്ളൻ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ എല്ലാം ഓക്കെ ആണെന്നല്ലേ. പക്ഷെങ്കിൽ വെൻ ഐ സേ ദാറ്റ് ഐ എം ഫോളോയിങ് ദ ലോർഡ്, but he who says I know him and does not keep his commandments is a liar. Truth is not in him. Is there something in between point? ഞാൻ പറഞ്ഞല്ലോ, the test is very clear സാറങ്ങളെ. ടെസ്റ്റ് is very clear. അപ്പോൾ എബ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഈ ധൈര്യവും നമ്മുടെ ഈ പ്രത്യാശയും നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളണം, അന്ത്യം വരെയും പിടിച്ചുകൊള്ളണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും ഞങ്ങൾ പിടിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം. ശരി, സമ്മതിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകിച്ചും യോഹന്നാനാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നാച്ചുറൽ ഡെത്ത് ഉണ്ടായിരുന്ന യോഹന്നാന് മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. ഈ യോഹന്നാൻ ഒടുവിൽ വരെയും ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ദൈവസഭ അഭിമുഖീകരിച്ചു. അപ്പോഴത്തേക്കും പല കാര്യങ്ങളും നമ്മൾ സുവിശേഷമൊക്കെ കേട്ടു. കുറേ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം കാര്യങ്ങൾ പറയുന്നവർ മാത്രമായി തീർന്നു. ദേ സേ വോട്ട് ഡു ദേ സേ? അവരെന്താ പറയുന്നത്? ബാക്കിയൊന്ന് വായിച്ച്. ദേ സേ വോട്ട് ഡു ദേ സേ? വായിച്ചാട്ടെ. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, നോ, വേഴ്സ് 4, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും. അവർ പറയുന്ന കാര്യം എന്താണ്? അവനെ അറിഞ്ഞിരിക്കുന്നു. what do they say? I know him. എന്താ നമ്മൾ പറയുന്നത്? എനിക്കറിയാം, പിന്നെ കർത്താവിനെ എനിക്കറിയാമെന്നേ. കർത്താവിന് ഞാൻ സ്നാനം എടുത്താണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈസ് വെരി ക്ലിയർ. ഈസ് നോട്ട് ആസ്കിങ് വെദർ യു ഹാവ് ടേക്കൻ ബാപ്റ്റിസം or whether you are going to church. ഒന്നുമല്ല ചോദിക്കുന്നത്. ഇഫ് യു സേ യു നോ ഹിം, then what? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്താണ് പറയുന്നത്? കള്ളനാകുന്നു. സത്യം അവനിൽ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? സത്യം അവനിൽ ഇല്ല. അപ്പം so when we say that we are holding on to this one and we are not following the commandment of the Lord, that means there is something wrong. He says that you are a liar. You are a liar. അപ്പം നമ്മളിത് വായിക്കുന്ന അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല. He says is very clear. He says he who says I know him and does not keep his commandments is a liar. അവൻ കള്ളനാകുന്നു. And the truth is not in him. Right? We don't have to be worried, right? നമ്മളെന്തിനാ പറയുന്നത്? നമ്മൾ കർത്താവിനെ പിൻപറ്റുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാകുന്നുണ്ട്. ദർ ഇസ് നോ പ്രോബ്ലം. വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹു ഈസ് നോട്ട് ഡൂയിങ് സോ. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യണം, ആർ മീ ഇൻ ദിസ് ഗ്രൂപ്പ്? ഞാൻ ഈ കൂട്ടത്തിലുണ്ടോ? 5-ാമത്തെ വാക്യം വേഴ്സ് 5. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. Whoever keeps his word. അതുകൊണ്ടാണ് ദൈവവചനം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങളോട് കൈ പൊക്കാൻ പറയുന്നില്ല, പക്ഷേ
Shall I ask you, how many of you have read God's word today? ഇന്ന് ദൈവവചനം വായിച്ച എത്ര പേരുണ്ട് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ആഴ്ച ദൈവവചനം വായിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, how many of you can boldly say, yes, I've read? Then reading is one thing, keeping is another thing. So we have to ask the Lord, Lord, I must read first to listen from him. അവനിൽ നിന്ന് കേൾക്കാനായിട്ട് ഞാനിത് ആദ്യം വായിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ വായിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് കേൾക്കുകയും, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അന്ത്യം വരെയും പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ. സോ ദ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഈസ്, ഇഫ് യു സേസ് ഐ നോ ഹിം, then you must keep his commandments. And if you are keeping his commandments, then I'm okay. Then you're fine. You're walking in the light and all, you have the fellowship and all those things, is fine. Then one more test he's saying in the same part. Let's read this word. When we go down, it says, now verse 9. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും, അടുത്ത കാര്യം അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അവർ പറയുന്ന കാര്യമാണ്, വെളിച്ചത്തിൽ ഇരിക്കുന്നു, ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്, അല്ലേ? നിങ്ങൾ ഇരുട്ടിൻ്റെ മക്കളല്ല, വെളിച്ചത്തിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ വരവിൽ നമുക്കൊരു സർപ്രൈസ് ആയിരിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്യം വായിച്ചേ, ഈ ഹു സേസ് ദാറ്റ് ഹി ഈസ്, വായിച്ചാട്ടെ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. അപ്പം if I cannot love, next verse, അടുത്ത വാക്യം വായിച്ചാൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ടിൽ അവന്റെ കണ്ണു കുരുടാകുകയും എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ചിന്ത, ഇതൊക്കെ ദിസ് ഇസ് ഓൾ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ചിന്തിക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ആ ചൊവ്വാഴ്ച നമ്മൾ വായിച്ചൊരു വാക്യമാണ് മാത്യു 23:23. ഞാൻ പിന്നെയും എക്സാമ്പിൾ നമ്മൾ പറയട്ടെ. എല്ലാ എക്സാമിനും നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ചില ചാപ്റ്റേഴ്സിനകത്ത് വെയിറ്റിയർ കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഈ അപ്പോസ്തലന്മാർ ഈ വെയിറ്റിയർ കമാൻഡ്മെൻറ്റ്സിനാണ് വെയിറ്റ് കൊടുക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഈ 1 മാർക്ക് 2 മാർക്കിനാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് പറയുന്നത്, വി ആർ ഓക്കെ. പക്ഷേ ഈ 1 മാർക്ക് 2 മാർക്ക് നമ്മൾ പാസ്സാവത്തില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് 35% മാർക്കെങ്കിലും വേണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ ഹു ഹേറ്റ്സ് ഹിസ് ബ്രദർ ഈസ് ഇൻ ഡാർക്ക്നെസ്. അപ്പം നമ്മൾ പറയുന്നു, നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നു. സോ ദാറ്റ് മീൻസ് ദർ ആർ 2 things which is coming in front of us. ഞാൻ ദൈവസന്നിധി പറയുന്നു, കർത്താവെ, ഞാൻ ഈ കർത്താവിൻ്റെ പ്രത്യാശയും ധൈര്യമൊക്കെ പിടിച്ച് പൂർണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കാണുന്ന 2 ടെസ്റ്റാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ടോ? എന്താണ് കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ, ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 600 ചില്ലുവാനും കമാൻഡുകളാണ് പഴയ നിയമത്തിലാണെങ്കിൽ, അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളാണ് പുതിയ നിയമത്തിലുള്ളത്. അപ്പം അത്രയും കൽപ്പനകളിനകത്ത് നമുക്ക് എല്ലാം ഒന്നും ഒരുപക്ഷെ 100% നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പോലും, ബട്ട് ആസ് വി ആർ ഇൻ ദ പ്രോസസ്, വി ആർ നോട്ട് ഫൂളിങ് ഗോഡ്. ദൈവത്തെ നമ്മൾ കളിപ്പിക്കുന്നവരല്ല. കർത്താവിനെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുകയും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോ ഇത് മൊത്തത്തിൽ ഒരു കളിപ്പീരാണോ? ഇതെല്ലാം അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ 4-ാം അധ്യായത്തിലൂടെ 3-ാം അധ്യായത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഇച്ചിരി അദ്ദേഹം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് പറയും. നിങ്ങളുടെ കയ്യിലൊരു വസ്തുവ ഉണ്ടായിട്ടും പക്ഷേ നിങ്ങൾ ആ സഹോദരനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ എന്ത് സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം സഹോദരനെ സ്നേഹിക്കുക, സഹോദരനോട് പിണങ്ങിയിരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു സഹോദരൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു സഹോദരനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പം നമ്മളെ കർത്താവ് വീണ്ടെടുത്ത സഹോദരന്മാരെ സ്നേഹിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം. അതെങ്ങനെ സ്നേഹിക്കണം? കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ലവ് വിച്ച് ദ ലോർഡ് ഹാസ്. സോ കർത്താവ് നമ്മുടെ മുമ്പിൽ, അപ്പോസ്തലന്മാർ നമ്മുടെ മുമ്പിൽ 2 രീതികൾ വെച്ചേക്കാം. മോശ അനുസരിച്ചൊരു രീതിയുണ്ട്, bare minimum, for a reward, for a bonus, for something to achieve. അത് ഒബീഡിയൻസ് ആണ്. പക്ഷേ there is no joy there.
പക്ഷേ ഇപ്പുറത്ത് മകൻ എന്നോണം അനുസരിക്കുന്ന ക്രിസ്തുവാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അതെങ്ങനെയാണ്? വളരെ സന്തോഷത്തോടെ കർത്താവിനെ അനുസരിക്കുന്നതായിട്ടൊരു കാര്യം. എന്നാൽ അപ്പോസ്തലന്മാർ നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെക്കുറിച്ച് പറയുകയാണ്, യു ഡോണ്ട് സേ ഓൺലി സംതിങ്സ്. എബ്രായർ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സി നൗ ഗോ ആൻഡ് ചെക്ക് യുവർ സെൽഫ്, ആർ യു ദേർ? നമ്മളവിടെ ഉണ്ടോ? 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 3-ന്റെ 6. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അപ്പോൾ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ക്രിസ്തു എങ്ങനെയാണ്? കാരണം ക്രിസ്തു സൃഷ്ടിയാണ്, സൃഷ്ടാവാണ്. സൃഷ്ടാവായതുകൊണ്ട് ഭവനം ചമയ്ക്കുന്നതും സകലത്തിൻ്റെയും അധികാരി കർത്താവാണ്. പക്ഷേ അതൊരു സെർവൻ്റ് ആയിട്ടായിരുന്നില്ല. പക്ഷെ നമ്മളും ആ ഭവനത്തിന്, നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, വി ആർ സൺ ഓഫ് ഗോഡ് ഓർ ഡോട്ടർ ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകണമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അന്തിമം വരെയും ആ പ്രശംസ, കർത്താവിൻ്റെ ആ ഉള്ള പ്രത്യാശയിലുള്ള ധൈര്യം മുറുകെ പിടിച്ചോണം എന്ന് പറയുന്നത്. ഡോണ്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. പക്ഷേ അങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്. ജസ്റ്റ് വാക്കിൽ മാത്രമാണോ അതോ റിയാലിറ്റിയിൽ അങ്ങനെയാണോ? നമ്മൾ വാക്കിൽ മാത്രമാണെങ്കിൽ നമ്മൾ 1 യോഹന്നാനിൽ വായിച്ച ടെസ്റ്റുകളിലൊക്കെ നമ്മൾ ഫെയിലാവും, വാക്കിൽ മാത്രമാണെങ്കിൽ. പക്ഷേ യാഥാർത്ഥ്യത്തിലാണെങ്കിൽ there is nothing to worry. There is nothing to worry. Said, praise God, I follow the Lord. I love my brothers and sisters. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഹോദരങ്ങൾ അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമ്മൾ ആരെയും സ്നേഹിക്കാനായിട്ട് അവർക്ക് കുറവുകളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ കാണിച്ചു തന്ന മാതൃക പോലെ അവരെ സ്നേഹിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഉത്സാഹിപ്പിക്കുക. അപ്പം ഈ 2 കാര്യങ്ങൾ നമ്മളോട് പറയണം. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ നടക്കുന്നു, കള്ളനാണ് എന്നൊക്കെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ദർ. ആൻഡ് നൗ വെൻ ഐ സീ ദിസ് ഇസ് ദ വേ ഐ ഗോ, നമുക്ക് മുമ്പോട്ട് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലോട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം പറയാണ്, പക്ഷേ ഇതേ രീതിയിലൊക്കെ ആയിരുന്നു ഇസ്രായേൽ മക്കളും മുമ്പോട്ട് അവരുടെ യാത്രയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അനുസരണം, അവർക്ക് ഫൈനലി കനാനിലോട്ട് കയറാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം ഒന്ന്, അവരുടെ ജീവിതത്തിൽ അനുസരണമില്ലായിരുന്നു. ആ അനുസരണമില്ലാത്തതിൻ്റെ കാരണം എന്നായിരുന്നു? they were having unbelief in their life. അവർ അവിശ്വസിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ഇത് അവർക്ക് വാഗ്ദത്തം ചെയ്തത്, ഈ കർത്താവിനെ അവർ അവിശ്വസിച്ചുകൊണ്ടേയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ അനുസരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അനുസരിക്കത്ത് പോലുമില്ല. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം 18 and 19, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അനുസരണം കെട്ടവരോടാകുന്നു. സോ അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ അനുസരണം കെട്ടവരായിരുന്നു. they did not obey the Lord. അപ്പം കമാൻമെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ, കമാൻമെൻറ്റ് എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല എന്നുള്ള കാര്യം. ബിക്കോസ് they did not obey the Lord, അനുസരിച്ചില്ല. ആ അനുസരിക്കാതിരിക്കാനുള്ള കാരണം തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത വാക്യം, ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന്. So they started having unbelief in their life. They started unbelief. I said, Lord, this is ഈ God, ഈ ദൈവമല്ല എന്നെ കൊണ്ടുവന്നത് ഞങ്ങളുടെ വിഗ്രഹങ്ങളാണ്. ഇതൊക്കെ ഇറ്റ്സ് ഹാപ്പൻ ബൈ ചാൻസ്. God will not be able to make it. All these things. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ കർത്താവിനെ കാണാതിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? നമ്മൾ അന്യോന്യം ഉത്സാഹിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കണം. ലോകത്തിൽ നിന്ന് മാത്രം കേട്ടുകൊണ്ട് രാവിലെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വി സ്റ്റാർട്ട് അവർ ഡേ വിത്ത് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ബട്ട് വെൻ വി ലുക്ക് ടു ദ ലോർഡ്, ഐ സെഡ്, യാ, ഇറ്റ് ഈസ് ഓൾ ട്രൂ, പക്ഷേ ഗോഡ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ഓൾ ദിസ്. ഇതെല്ലാം സത്യമാണെങ്കിലും സകലത്തിൻ്റെ മേളിലും വാഴുന്നൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, വെൻ ഐ സീ ദ ലോർഡ് ഐ നീഡ് ടു ഹാവ് ഫെയ്ത്ത്. എനിക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുമ്പം അനുസരണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പം അപ്പോൾ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. മോശ അല്ല, നമുക്ക് വെച്ചിരിക്കുന്ന മാതൃക ക്രിസ്തുവാണ്. ആ ക്രിസ്തു ശ്രേഷ്ഠനാണ്. എങ്ങനെയാണ് ആ ശ്രേഷ്ഠനായി തീർന്നത്?
അവൻ അനുസരിച്ചത് കൂലിക്കോ റിവാർഡിനോ ഒന്നുമല്ല. കൂലിയും റിവാർഡും ഒക്കെ തരുമായിരിക്കും, ദാറ്റ് ഈസ് ഫൈൻ, അതതിൻ്റെ ഭാഗമായിരിക്കാം തീർച്ചയായിട്ടും. കാരണം അപ്പോസ്തലന്മാരത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കിരീടവും വാടാത്ത കിരീടവും ഒക്കെ തരും, ഫൈൻ. പക്ഷേ നമ്മൾ അനുസരിക്കുന്ന ആരായിട്ടാണ്? മക്കളെന്നുള്ള നിലയിലാണ്. എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, ഇന്ന് ഞാൻ അവന് വേണ്ടി ഓടുന്നത്, ഇന്ന് ഞാൻ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഞാനൊരു വേലക്കാരനെ പോലെ അല്ല, മറിച്ച് കർത്താവ് എന്നോട് കാണിച്ച വിശ്വസ്തത, അവൻ എനിക്ക് വേണ്ടി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് എല്ലാം എനിക്ക് വേണ്ടി ചെയ്ത ഒരു കർത്താവ് എനിക്കുണ്ട്. ആ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. പക്ഷേ അത് വെറും വാക്കല്ല. വെറും വാക്കാണെങ്കിൽ ഞാൻ ഈ ഐ സേ സോ ആൻഡ് സോ, ഐ സേ ദീസ് തിങ്സ്, ഈ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ ക്ലിയറായിട്ട് പറയുന്നു, നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ ലൈഫിൽ അതുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? കർത്താവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അവൻ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരിക്കും. നീ കർത്താവിനെ അനുസരിക്കുന്നവനാണെങ്കിൽ നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനായിരിക്കും. അതല്ലാത്ത പക്ഷം he says that you are a liar, you are walking in darkness, നീ ഒരു കള്ളനാണ്, നീ ഇരുട്ടിൽ നടക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം 3-ാം അധ്യായത്തിൽ നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവർ ഇറങ്ങി തിരിച്ചതൊക്കെയാണ്. പക്ഷേ അവർ കനാനിൽ ചെന്ന് കയറിയില്ല. ചെന്ന് കയറാതിരിക്കാൻ കാരണം അവരനുസരണക്കേട് അവരുടെ ജീവിതത്തിലുണ്ട്. എങ്ങനെയാണ് ഈ അനുസരണക്കേട് വന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിക്കാതെ വന്നു. കാലാകാലങ്ങളിൽ നമുക്കറിയാം, കർത്താവിനെ വളരെ ഭംഗിയായി സ്നേഹിച്ച് നിന്ന ആദാമും ഹവ്വായെയും വേറൊരു ശബ്ദം കേൾക്കാനായിട്ട് മനസ്സ് വെച്ചു. ആരുടെ ശബ്ദമായിരുന്നു മനസ്സ് വെച്ചവർ കേൾക്കാൻ? പിശാചിൻ്റെ ശബ്ദം കേൾക്കാൻ മനസ്സ് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിനെക്കാട്ടി നല്ലൊരു വഴിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വേറൊരു വഴി കേൾക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി ആ കാര്യം ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചു തുടങ്ങി. ഒരു ദിവസം ഷീ ഒബെയ്ഡ് ദ സ്നേക്ക്, ഒരു ദിവസം അനുസരിച്ചു. ആരെ? കർത്താവിനെ അനുസരിക്കാതിരുന്നില്ല, പിശാചിനെ അനുസരിച്ചു. അത് നാശത്തിനായിരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങളും പിന്നെയും കർത്താവിനോട് ഞാൻ ചോദിക്കായിരുന്നു, കർത്താവ്, ലോർഡ്, വൈ ആർ യു ടെല്ലിങ് അസ് അഗെയിൻ അബൌട്ട് ഫെയ്ത്ത്ഫുൾനെസ്? ഡിയർ ബ്രദേഴ്സ്, നമ്മുടെ ജീവിതത്തിലെ ഫെയ്ത്ത്ഫുൾനെസ് ഒരു പക്ഷെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നത്. പ്രോബബ്ലി ഇൻ മണി മാറ്റേഴ്സ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ ഫൈനാൻസിൻ്റെ കാര്യം ചോദിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ആരും ഓഫറിങ് എടുക്കാറില്ല. ബട്ട് നമ്മുടെ പുറകിലൊരു പെട്ടി വച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ നിങ്ങൾക്ക് ദൈവം സന്തോഷത്തോടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് തരുന്നത് നിങ്ങൾക്ക് അതിനകത്തിടാം. സഭയുടെ എക്സ്പെൻസിന് വേണ്ടി അത് ഉപയോഗിക്കും. പക്ഷേ ഇതുവരെ ഞാൻ വർഷങ്ങളായി കർത്താവിനെ പിൻപറ്റുന്നു, ഇതുവരെ ഒരിക്കൽ പോലും നമ്മളുടെ ആവശ്യത്തിന് എന്തെങ്കിലും കുറവ് ദൈവം വരുത്തിയിട്ടില്ല. ദാറ്റ് ഈസ് ദ ടെസ്റ്റിമണി ഓഫ് ഇറ്റ്. ഞങ്ങളൊരു കളക്ഷൻ എടുത്തതോ അങ്ങനെ എടുത്തു. പക്ഷേ നോ, God will always meet the needs of our life. എല്ലാ കാര്യത്തിലും ദൈവം മീറ്റ് ചെയ്യാൻ. ഇനിയും അഥവാ ഒരാവശ്യം വന്നാൽ എൻ്റെ ഒരു ചോദ്യം ഇത്രയും മാത്രമേ ഉള്ളൂ, ദൈവം ആരുടെയെങ്കിലും സാലറി പെൻഡിങ് വെച്ചായിരുന്നോ? എല്ലാവരുടെയും ശമ്പളം മാസത്തിൻ്റെ ഒടുവിൽ കർത്താവ് തന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിന് നിങ്ങൾക്ക് എത്ര മടി എന്നുള്ള ഒറ്റ ചോദ്യം എനിക്ക് തിരിച്ചുള്ളൂ. പക്ഷേ സോഫാർ ആ ഒരു ലെവലിലോട്ടൊന്നും ചോദിക്കേണ്ടത് വന്നിട്ടില്ല. ബട്ട് പ്രൈസ് ഗോഡ്, ഗോഡ് വിൽ. ബട്ട് ദെൻ ഗോഡ് പേഴ്സണലി ആസ്ക് അവർ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മണി മാറ്റേഴ്സ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും, കൈസർക്കുള്ളത് കൈസർക്കും. കൈസർക്കുള്ളത് കൊടുക്കണം, അല്ലെ IT ഇൻകം ടാക്സുകാരൊക്കെ വരുമായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിനുള്ളത് സന്തോഷത്തോടെ ദൈവത്തിന് കൊടുക്കണം. വിശ്വസ്തത. ഓഫീസിലാണെങ്കിലും നമ്മളെ അവർ നോക്കുന്നത് കൊണ്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത്, ആരും നമ്മളെ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് ദൈവസന്നിധിയിൽ കർത്താവിനെ ഭയക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശ്വസ്തത. യോസഫിനെ ദൈവം നമ്പുരാൻ ആ സ്ഥലത്തൊക്കെ ആക്കിയപ്പോഴും യോസഫ് എല്ലായിടത്തും വിശ്വസ്തനായിരുന്നു. ഗോഡ് ഈസ് ഗിവിങ് അസ് എ എക്സാമ്പിൾ ടു അസ്. വിശ്വസ്തനായിരുന്നു. നമ്മുടെ സൗരസ്വരന്മാരെക്കുറിച്ച് ആരെക്കുറിച്ചും അവരുടെ ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബ്രദർ ഈസ് എ ഫെയ്ത്ത്ഫുൾ ബ്രദർ എന്ന് വേണം, അല്ലെങ്കിൽ ദാറ്റ് സിസ്റ്റർ ഇസ് എ ഫെയ്ത്ത്ഫുൾ സിസ്റ്റർ എന്ന് പറയണം.
നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടാൻ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി ഗോഡ് എക്സ്പെക്ട്സ് ഔട്ട് ഓഫ് അസ്. ഇത് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ കമാൻഡ്മെൻറ്റ്. വാട്ട് എൽസ്? ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇൻ്റർ റിലേഷൻഷിപ്പ് ഇസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ തരത്തിലുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ലെവലിലോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസിലോ നിങ്ങളുടെ കളറോ നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി സ്റ്റേറ്റസിലോ അങ്ങനെയൊന്നുമല്ല കർത്താവിൻ്റെ സഭയിൽ ആൾക്കാരെ ചേർക്കണം. കർത്താവിന് ഇതൊന്നും ഒരു പാരാമീറ്റർ അല്ല. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും എന്നുള്ള 2 പേരെ കർത്താവുള്ളൂ. കർത്താവ് എല്ലാവരെയും ദൈവസഭയെ ചേർത്തോളും, ജാതികളെയും ഒക്കെ കർത്താവ് ചേർക്കണം. അപ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്നേഹിക്കാനായിട്ട് ആ ഒരു മനസ്സ് ഹൃദയത്തിൽ നിന്ന്, ഇറ്റ് ഡസൻ കം ജസ്റ്റ് ഓവർ നൈറ്റ്, ഓക്കെ ഐ ക്യാൻ ലവ്, ഇറ്റ് ഡസൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. പക്ഷേ ഐ സ്ലോലി ബ്രേക്ക് ദാറ്റ് ബാരിയർ. എൻ്റെ ജീവിതത്തിൽ പല ബാരിയറുകളും വെച്ചിരിക്കുന്നതൊക്കെ സ്ലോലി ടേക്ക് ദാറ്റ് ബാരിയർ ഔട്ട്. ലോഡ്, ദിസ് ആർ നോട്ട് ബാരിയേഴ്സ്, ദ ലോഡ് വിൽ കീപ്പ് ഇറ്റ്. കർത്താവ് വെക്കുന്ന ബാരിയേഴ്സ് അല്ലതൊന്നും. ഐ സ്റ്റാർട്ട് ബ്രേക്കിംഗ് ഇറ്റ്. അങ്ങനെ ഓരോ കാര്യത്തിലും faithfulness, even faithfulness in what we say. I remember one person came to me and said, അച്ഛാ എനിക്കൊരു അത്യാവശ്യമായിട്ട് കുറച്ച് ഒരു പൈസ വേണം. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഇത്ര രൂപ വേണം, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തന്ന ഇതുവരെ ആ വെള്ളിയാഴ്ച ആയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മളുമായിട്ട് ഫൈനാൻഷ്യൽ ഡീലിങ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണോ? അപ്പം ഓരോ കാര്യത്തിനകത്തും ദാറ്റ്സ് ഫെയ്ത്ത്ഫുൾനെസ്. The Lord calls us to be faithful in small matters. നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഓരോ വ്യക്തികളുമായിട്ടുള്ള, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഓഫീസിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് നമ്മളുടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഓഫീസുകാർ നമുക്ക് തരുന്നതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ അല്ലാത്ത പക്ഷം പണ്ട് ഇന്ത്യൻ റെയിൽവേസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലരും അവരുടെ വീടെല്ലാം പെയിൻറ്റ് ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേസിൻ്റെ പെയിൻ്റായിരുന്നു. കണ്ടു കാണും പലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തോണമെന്ന് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ്സ് ഇൻ അനദർ വേഴ്സ് വാട്ട് വി ആർ സേയിങ് ഈസ് വി ആർ സ്റ്റീലിംഗ് ഫ്രം ദേ. അതേപോലെ തന്നെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഈ ഓവർ ടൈം എഴുതിയെടുക്കുന്ന കാര്യത്തിനകത്തൊക്കെ. ഇഫ് യു ഹാവ് നോട്ട് ഡൺ ഇറ്റ് പ്രോപ്പർലി, നമ്മൾ അർഹനാണെങ്കിൽ ഓൾവേസ് റൈറ്റ് ഇറ്റ്. പക്ഷേ അർഹനല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ദൈവം നമുക്ക് തരുന്ന നമ്മളുടെ ഓരോ കാര്യങ്ങളും കർത്താവേ, ആൻഡ് ഇറ്റ്സ് ബിറ്റ്വീൻ പല കാര്യത്തിൽ നമുക്ക് ആർക്കും കാണാൻ, ദർ ഇസ് നോ ലോ ഫോർ ഓൾ ദിസ് തിങ്സ്, ആൻഡ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ വി നീഡ് ടു സ്റ്റാർട്ട്. ഈ കർത്താവിൻ്റെ വചനം, അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ, ചില സംഹിതകൾ നമ്മുടെ തലയിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവസാനം വരെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് എന്നെ കൊണ്ടുപോകുന്നുള്ളതല്ല അപ്പോസ്റ്റലന്മാർ പഠിപ്പിച്ചത്. ദേ സെഡ് യാ വട്ടെവർ യു ആർ സേയിങ് വിൽ ഹാവ് എ എഫക്റ്റ് ഇൻ യുവർ ഡെയിലി പ്രാക്ടിക്കൽ ലൈഫ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അതിന് എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണം. ഒരു പക്ഷേ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ കരഞ്ഞു വിളിക്കാനായിട്ട് നമുക്ക് ദിവസം, കർത്താവെ ലോർഡ് ഐ നീഡ് ഗ്രേസ്, ദാറ്റ്സ് വെയർ വി നീഡ് ഗ്രേസ്. കർത്താവെ എനിക്ക് കൃപ വേണം, എന്നെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പ്രസാരങ്ങളെ നമുക്ക് ഉത്സാഹിക്കാം. ഒരേ കാര്യം തന്നെ 3 പ്രാവശ്യം നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, ഇന്നുമായിട്ട് നമ്മൾ കേട്ടു. ദൈവസേനയിൽ നമുക്ക് കർത്താവെ ഹെൽപ്പ് മീ ടു ബി മോർ ഫെയ്ത്ത്ഫുൾ. ലോർഡ്, ഐ എം നോട്ട് എക്സ്ക്ലൂഡിങ് മൈസെൽഫ് വെൻ ഐ സേ ദിസ്. നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തെക്കുറിച്ച് ഇപ്പം പ്രസംഗിക്കാൻ പറഞ്ഞ ഒരുപക്ഷെ നമ്മളെല്ലാവരും പേജസ് ആഫ്റ്റർ പേജസ് നമുക്ക് പ്രസംഗിക്കാനോ എഴുതാനോ കഴിയുമായിരിക്കും. അതല്ല ഇവിടുത്തെ വിഷയം. ദ പോയിൻറ്റ് ഈസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളിൽ വിശ്വസ്തരായോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഞാനും എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങളെ സഹായിക്കണം.